Hi friends. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസുകാർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്കും ഉള്ള കോമൺ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് വെബ് ടെക്നോളജി. വെബ് ടെക്നോളജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിനി ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ക്ലാസ് കാണുന്നത് പോലും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതൊക്കെ കാണുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥിരം നിത്യജീവിതത്തിൽ ഇപ്പോൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ചില ടെക്നിക്കൽ കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് എന്താണൊരു വെബ്സൈറ്റ്. വാട്ട് ഈസ് എ വെബ്സൈറ്റ്? ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. കുറേ വെബ് പേജുകളുടെ ഒരു കളക്ഷനാണ് എന്ത് പറയുന്നത്? ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ് പേജിൽ എന്താ ഉണ്ടാവുക? എ വെബ് പേജ് മേ കണ്ടെയ്ൻ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോസ്, അല്ലേ, പിക്ചേഴ്സ് എക്സെട്ര. അല്ലേ, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് എ വെബ് പേജ് ഈസ് എ കളക്ഷൻ ഓഫ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഇമേജസ്, വീഡിയോസ് എക്സെട്ര. ഓക്കെ, ഇനി ഈ വെബ് പേജ്, അപ്പോൾ അത്തരത്തിലുള്ള വെബ് പേജുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെബ് പേജുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ് സെർവേഴ്സ്. എന്താ പറയുക? വെബ് സെർവേഴ്സ്. ഓക്കെ, അപ്പോൾ the computer which stores this web pages is called web servers. Okay, നമ്മൾ ഓരോ പ്രാവശ്യം നെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സെർവറിലുള്ള വെബ് പേജുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എടുക്കുന്നത്. that is web server. ഇനി വെബ് പേജസ് ആർ ക്രിയേറ്റഡ്. ഇനി എങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം? വെബ് പേജസ് ആർ ക്രിയേറ്റഡ് യൂസിങ് HTML. യൂസിങ് HTML. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പം HTML ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ് പേജസ്. ഓക്കെ, അത്തരത്തിലുള്ള വെബ് പേജുകളുടെ കളക്ഷനാണ് എന്ത്? വെബ് സൈറ്റ്. ഇത് സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ് സെർവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെബ് സൈറ്റ് പറഞ്ഞു, വെബ് പേജ് പറഞ്ഞു, വെബ് സെർവർ പറഞ്ഞു, HTML പറഞ്ഞു. HTML HTML ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ് പേജസ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ് പേജസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എനി പേജ് ക്രിയേറ്റഡ് യൂസിങ് ദിസ് HTML. ഈ HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത വെബ് പേജുകളെ ആർ വ്യൂഡ് ഇൻ വെബ് ബ്രൗസേഴ്സ്. the web pages created using HTML are viewed in web browsers. വെബ് ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് എന്ത് പറയുന്നത്? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഒപ്പേര എന്ന് പറയുന്ന ബ്രൗസേഴ്സ്. ആ ബ്രൗസേഴ്സിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഈ വെബ് പേജുകളെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ വെബ് ബ്രൗസറും നമ്മൾ ഡിസ്കസ് ചെയ്തു. വെബ് ബ്രൗസേഴ്സ്, വെബ് ബ്രൗസർ, വെബ് ബ്രൗസർ. ഓക്കെ, അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് വെബിലുള്ളത്. ഓക്കെ, ഒന്ന്, ഫസ്റ്റ് ടൈപ്പ് ഈസ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഏതാണ്? ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ദെൻ സെക്കൻഡ് ടൈപ്പ് ഈസ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ? കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ദാറ്റ് ഈസ് client server communication, and the second type is server to server communication. What is client to server communication? Here client
റിക്വസ്റ്റ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സാധാരണ നടത്തുന്നത് എന്താ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. അവിടെ എന്താ നടക്കുന്നത്? ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ എന്താ പറയുന്നത് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ക്ലയൻറ്റ് റിക്വസ്റ്റ് എ സർവീസ്. ക്ലയൻറ്റ് റിക്വസ്റ്റ് എ സർവീസ് ആരോട്? ടു ദ സെർവർ. ടു ദ സെർവർ. ദ സെർവർ റിട്ടേൺസ് ബാക്ക്. ദ സെർവർ റിട്ടേൺസ് ബാക്ക് ദാറ്റ് സർവീസ് ടു ദ ക്ലയൻറ്റ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. നോർമലി ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് നോർമൽ കേസിൽ നമ്മൾ എന്താ വി വിൽ റിക്വസ്റ്റ് എ വെബ് പേജ് ഫ്രം ദ സെർവർ. പക്ഷേ ചില കമ്മ്യൂണിക്കേഷൻ, ചില ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ ലൈക്ക് ബാങ്കിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമെയിൽ അങ്ങനത്തെ ആപ്ലിക്കേഷന് എന്താണ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ അതിൽ എന്ത് ചെയ്യും? ദ യൂസർ ഹാസ് ടു സെൻഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ അങ്ങനത്തെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് തന്നെ അത് എന്ത് ചെയ്യരുത്? സെർവറിലോട്ട് പോകരുത്. സെർവറിലോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ സെർവറിലോട്ട് പോയാൽ എന്താ ഹാക്കേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ്. ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി എന്താണ്? ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ്. ഷുഡ് ബി ഡൺ ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ്. ദാറ്റ് ഈസ് എന്തിനാ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ യൂസർ നെയിമും പാസ്വേഡും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് അതുപോലെ തന്നെ എന്ത് ചെയ്യരുത്? സെർവറിലോട്ട് പാസ് ചെയ്യരുത്. അതൊരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് HTTPS എന്നുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ? സെക്യൂർ എന്നുള്ള പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഏതിന്? ഇങ്ങനെ നമ്മൾ സെക്യൂർഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ. ഇനി അടുത്തത് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ? എന്താ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എന്താണ് ഓൺലൈൻ പർച്ചേസ്. നമ്മളൊക്കെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാറുണ്ട് അല്ലേ? ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത്? ദി സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. അതെന്താ? ഇപ്പം നമ്മൾ ഏതെങ്കിലും നമ്മളേതെങ്കിലും മെർച്ചൻസിൻ്റെ സെർവറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏതാ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ എന്ന് പറയുന്ന അവരുടെ സെർവറിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ സൈറ്റാണ് നമ്മൾ എന്താണ് ആക്സസ് ചെയ്യുന്നത്. നമുക്ക് സാധനം ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? വി ഹാവ് ടു പേ ദ എമൗണ്ട് അല്ലേ? അപ്പോൾ എമൗണ്ട് നമ്മളത് പൈസ നമ്മൾ കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബാങ്ക് സെർവറിലാണ്. അപ്പോൾ ദർ ഷുഡ് ബി എ കമ്മ്യൂണിക്കേഷൻ. should take place between the merchant server and the bank server. Merchant serverum bank serverum തമ്മിൽ എന്ത് ചെയ്യണം? ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. കാരണം എന്താ? വിത്ത് ദ കൺസെന്റ് ഓഫ് ക്ലയൻറ്റ്. നമ്മളുടെ ഒരു കൺസെൻറ്റോട് കൂടി അവർ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. കാരണം എന്താ? മർച്ചൻ്റ് എന്ത് ചെയ്യണം? എത്രയാണോ പൈസ വേണമെന്നുള്ളത് എന്ത് ചെയ്യണം? ബാങ്ക് സെർവറിന് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ടിൽ നമ്മളത് കാശുണ്ടോ നോക്കണം അല്ലേ? ബാങ്കിൽ കാശുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പൈസ എന്ത് ചെയ്യും? മർച്ചൻ്റ് സെർവറിൻ്റെ അക്കൗണ്ടിലോട്ട് അത് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് അവിടെ രണ്ട് സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഏതൊക്കെ സെർവറുകൾ തമ്മിലാണ്? മർച്ചൻ്റ് സെർവറും അതുപോലെ തന്നെ ബാങ്ക് സെർവർ. അപ്പോൾ അങ്ങനെ രണ്ട് സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരനാണ് എന്ത്? പേയ്മെൻറ്റ് ഗേറ്റ് വേ. എന്താണ് നമ്മൾ ധാരാളം പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾ കണ്ടിട്ടാണ്. നമ്മൾ പൈസ അടക്കുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ കയറി വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും, കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് നടത്തുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ദാറ്റ് ഈസ് എന്താണ്? പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇസ് എ ബ്രിഡ്ജ് അല്ലേ? ഇറ്റ് ഇസ് എ ബ്രിഡ്ജ് വിച്ച് ആക്ട്സ് ഇൻ ബിറ്റ്വീൻ ടു സെർവേഴ്സ്. In between merchant server and the bank server. ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഒന്നെന്താണ്? ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇൻ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ക്ലയൻറ്റ് റിക്വസ്റ്റ് സർവീസ് ടു ദ സെർവർ ആൻഡ് സെർവർ എന്താ? റിട്ടേൺസ് ദ സർവീസ്. The server responses with that service. Okay. In server to server communication എന്താ? The communication between two server is taking place. Okay. Example എന്താണ്? ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ does not require authentication. Normally does not require any authentication. But certain applications require authentication. ഇപ്പോൾ ഇമെയിൽ ബാങ്കിങ് ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം? ഓതൻറ്റിക്കേഷൻ വേണം.
അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതിനുള്ള ടെക്നോളജിയാണ് ഇത് HTTPS എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനിൽ എന്താണ്, രണ്ട് സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇസ് എ സെർവർ. Payment gateway is a server that acts as a bridge in between two servers. That is the server of merchant and the server of bank. Bank server and merchant server. It acts as a bridge between bank server and merchant server. ഇനി എന്താണ് വെബ് സെർവർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക. A web server is a powerful computer. A web server is a powerful computer which is always switched on. Which is always switched on and connected to a high bandwidth internet, which is connected to a high bandwidth internet. Okay, it processes the server processes the request of the clients, okay, by request of the clients, and it returns the services. Okay, and it distributes the information. Web pages ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ വെബ് സെർവറിലാണ്. It is a powerful computer which is always on and connected to a high bandwidth internet connection. Okay, then this server contains server OS and എന്താണ് server software packages. എന്താണ് server software packages. ഏതിലുണ്ടാവും, സെർവറിലുണ്ടാവും. ഓക്കെ, സെർവർ OSന് എക്സാമ്പിളുകളുണ്ട്. എന്താ സെർവർ OSന്റെ എക്സാമ്പിളുകൾ എന്താ? സെർവർ OSന്റെ എക്സാമ്പിളുകളാണ് റെഡ് ഹാറ്റ് ലിനക്സ്, ഡെബിയാൻ, അതുപോലെ ഉബുണ്ടു, വിൻഡോസ് സെർവർ. ഇതൊക്കെ ഏതാണ് എക്സാമ്പിൾസ് ഫോർ സെർവർ OS ആണ്. ഓക്കെ, ഇനി നമ്മളെ വെബ് സെർവറിൽ ഉപയോഗിക്കുന്ന സെർവർ OSകൾക്കുള്ള എക്സാമ്പിളാണ് ഇത്. ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോകാം. എന്താ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാം. ദാറ്റ് ഈസ് എന്താ, ഒന്ന് റെഡ് ഹാറ്റ്, ഉബുണ്ടു, ഡെബിയാൻ, ഓപ്പൺ സോഴ്സ്, ഇതൊക്കെ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ OSകളാണ്. ലിനക്സ്. ദെൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, then FreeBSD, Oracle Solaris. These are all examples for server operating system. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താ, ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ഫയലുകളാക്കി എന്ത് ചെയ്യണം, തിരിച്ച് വെബ് പേജുകളാക്കി നമ്മൾ എന്ത് ചെയ്യണം, വെബ് ബ്രൗസറിലോട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതൊക്കെ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർവർ പാക്കേജസ്. നമ്മൾ സെർവർ സോഫ്റ്റ്വെയർ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ സോഫ്റ്റ്വെയർ പാക്കേജസിനാണ് ഏതൊക്കെ, അപ്പാച്ചെ സെർവർ. ഏതാണ് അപ്പാച്ചെ സെർവർ? ഇതിനുള്ള എക്സാമ്പിളുകളാണ് അപ്പാച്ചെ സെർവർ. ഏതിനുള്ള എക്സാമ്പിളുകളാണ്? പിന്നെ സെർവറിലുള്ള സോഫ്റ്റ്വെയർ പാക്കേജസിനുള്ള എക്സാമ്പിളുകളാണ് അപ്പാച്ചെ സെർവർ, മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ MIIS, മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ, അതുപോലെ ഗൂഗിൾ വെബ് സെർവർ, അതുപോലെ എൻജിൻ എക്സ്. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ സെർവർ സോഫ്റ്റ്വെയർ പാക്കേജസ്. അപ്പോൾ സെർവറിൽ ഏതൊക്കെ 2 സാധനം ആണ് മെയിനായിട്ട്. ഒന്നെന്താണ് സെർവർ OSും, മറ്റേതെന്താണ് സെർവർ സോഫ്റ്റ്വെയർ പാക്കേജസും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് നോക്കിയിട്ട് പോകും. അടുത്തത് സോഫ്റ്റ്വെയർ പോർട്ട്. നമ്മളൊക്കെ ഹാർഡ്വെയർ പോർട്ടുമായിട്ട് നമ്മളൊക്കെ ഫെമിലിയറാണ്. എന്താ ഹാർഡ്വെയർ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്വെയർ പോർട്ട്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ്. നമ്മുടെ കീബോർഡ്, മൗസൊക്കെ ആ കണക്ട് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? പോർട്ട് എന്നാണ് പറയുക. അത് എന്താണ്? ഹാർഡ്വെയർ പോർട്ടാണ്. അതെന്താണ്? ഹാർഡ്വെയർ പോർട്ടാണ്. അപ്പോൾ എന്താണ്? ഹാർഡ്വെയർ പോർട്ട്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പോർട്ടാണ്. സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 16-bit യുണീക്ക് നമ്പർ. Software port is a 16-bit unique number that can be used to connect a client computer. നമ്മളെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ? സെർവറുമായിട്ട് കണക്ട് ചെയ്യാം.
to connect a client computer to a server computer to access its service. ആ സെർവറിലുള്ള ഡിഫറെൻറ്റ് സർവീസസ് എന്ത് ചെയ്യുക കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഏത് സർവീസാണ് വേണ്ടത് അതിനൊരു ഒരു യുണീക്ക് നമ്പർ ഉണ്ടാവും. ആ യുണീക്ക് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ 16-bit യുണീക്ക് നമ്പർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കണക്ട് ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ടു സെർവർ കമ്പ്യൂട്ടർ ടു ആക്സസ് ഇറ്റ്സ് സർവീസ്. ക്ലിയർ അല്ലേ? ആ സോഫ്റ്റ്വെയർ പോർട്ട് ഓരോ നമ്പറുകൾ നമ്മൾ നെക്സ്റ്റ് ഇനി അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ചിലപ്പോൾ ചില പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് സോഫ്റ്റ്വെയർ പോർട്ട് നമ്പർ എത്രയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ പോർട്ടിൻ്റെ നമ്പറും അതിൻ്റെ ഏത് സർവീസാണ് അത് കിട്ടുക എന്ന് കൂടെ പറഞ്ഞാൽ അത് കഴിയും. ഓക്കെ, ഇനി ഇതാണ് സം ഓഫ് ദ വെൽ നോൺ സോഫ്റ്റ്വെയർ പോർട്ട് നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് സർവീസസ്. ദാറ്റ് ഈസ് 20 and 21. സർവീസ് എന്താ? FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെന്താ 22 സെക്യൂർ ഷെൽ എന്ന് പറയുന്ന സർവീസ്. 25 ദാറ്റ് ഈസ് SMTP. എന്താ SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെന്താ 53 DNS സർവീസ്, ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസ്. 80 HTTP. ദെൻ എന്താ 110 ദാറ്റ് ഈസ് POP3 ദാറ്റ് ഈസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ദെൻ എന്താ 443 ദാറ്റ് ഈസ് HTTPS സർവീസ്. എന്താ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഇതിൽ നിങ്ങൾക്ക് വരുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സർവീസിനുള്ള സോഫ്റ്റ്വെയർ പോർട്ട് നമ്പർ ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞത്. നിങ്ങളുടെ ബുക്കിൽ ടേബിളായിട്ട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ പോർട്ട്സ്. ഇപ്പോൾ ഇനി DNS സെർവർ. DNS സെർവർ എന്താ? DNS സെർവറിൽ എന്താ ഉണ്ടാവുക? DNS സെർവർ contains domain names and IP addresses. Okay, it returns the IP addresses of the corresponding domain names that is requested by the client. ക്ലയൻറ്റ് ഏതെങ്കിലും ഒരു ഡൊമൈൻ നെയിം റിക്വസ്റ്റ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ DNS സെർവർ എന്നാണ്. ഓക്കെ, സോ ഇറ്റ് കണ്ടെയ്ൻസ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ഡൊമൈൻ നെയിംസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് IP addresses. That is the service of DNS server. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ്, എന്താണ് ഡൈനാമിക് വെബ് പേജ്? ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. എന്താ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? the same content is displayed or the same content is loaded when each time we are accessing the web page. എപ്പോൾ നമ്മൾ വെബ് പേജ് ആക്സസ് ചെയ്യുമ്പോഴും എന്താണ്? സെയിം കണ്ടന്റ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വെബ് പേജുകളെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ പ്രാവശ്യം വെബ് പേജ് ലോഡ് ചെയ്യുമ്പോഴും എന്താണ്? സെയിം കണ്ടന്റ് തന്നെയാണ് ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വെബ് പേജുകളെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജുകളൊക്കെ എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിരിക്കും. ഓക്കെ, സ്റ്റാറ്റിക് ആയിരിക്കും. നോർമലി എന്താണ് ഈ സ്റ്റാറ്റിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ എളുപ്പമാണ്. ഓക്കെ, ഇനി ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ലോഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? കണ്ടന്റ് മാറാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന വെബ് പേജ്, നമ്മൾ SSLC റിസൾട്ട് വന്നു അല്ലെങ്കിൽ +2ൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ കഫേ സെൻറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ സൈറ്റ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കും, അല്ലെ നിങ്ങളുടെ പിന്നെ രജിസ്റ്റർ നമ്പർ അല്ലേ, നിങ്ങൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ഡിസ്പ്ലേ യുവർ റിസൾട്ട്. ശരിയല്ലേ? വേറെ ആൾ പോയിട്ട് വേറെ ആളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വേറെ ആളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ എന്താ? വേറെ റിസൾട്ടാണ് ഡിസ്പ്ലേ ചെയ്യുക. ശരിയല്ലേ? ഓരോ പ്രാവശ്യം ലോഡ് ചെയ്യുമ്പോഴും ഓരോരുത്തരും ലോഡ് ചെയ്യുമ്പോഴും എന്താണ്? വെവ്വേറെ വെബ് പേജുകളാണ് എന്ത് ചെയ്യുന്നത്? ലോഡ് ചെയ്ത് വരുന്നത്. അത്തരത്തിലുള്ള വെബ് പേജുകളെയാണ് എന്ത് പറയുന്നത്? ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഡൈനാമിക് വെബ് പേജ്. ദാറ്റ് ഈസ് ദ കണ്ടന്റ് ചേഞ്ചസ്. ഇവിടെ എന്താ? കണ്ടന്റ് ഇസ് ഫിക്സഡ്. സ്റ്റാറ്റിക്കിൽ എന്താ? കണ്ടന്റ് ഫിക്സഡ് ആണ്. ഡൈനാമിക്കിൽ എന്താ? കണ്ടന്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്നാൽ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റാബേസ് യൂസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഏകജാലകം നോക്കുമ്പോൾ HSCAP എന്ന് പറയുന്ന സൈറ്റ് നോക്കുമ്പോൾ എന്താ? നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജില്ലയൊക്കെ കൊടുത്താൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടിയല്ലേ എന്നുള്ളതൊക്കെ വരും.
ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. ഓരോ കുട്ടികൾക്കും എന്താ ഡിഫറൻ്റ് ആണ്, ഓരോ കുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് ഡിഫറെൻറ്റ്. അത്തരത്തിലുള്ള വെബ് പേജുകളാണ് എന്ത് പറയുന്നത് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കണ്ടന്റ് ചേഞ്ചസ്. മനസ്സിലായോ? ഇറ്റ് യൂസസ് ഡാറ്റാബേസ്. പിന്നെ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ലോഡ് ചെയ്യുമ്പോഴും എന്താ സെയിം പിക്ചേഴ്സ്, സെയിം ടെക്സ്റ്റ്, സെയിം വീഡിയോ, സെയിം ഗ്രാഫിക്സ്, അതന്നെ സെയിം കണ്ടന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, HTML ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഡൈനാമിക് വെബ് പേജസ് റിക്വയേഴ്സ് എന്താണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്സ്. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റിംഗ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത ഭാഗം അതാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജസ്റ്റ് ഒരു 4 പോയിന്റ്സ്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്, അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ എഴുതി ഇട്ടത്. ഓക്കെ, ഒന്നെന്താ, സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ കണ്ടന്റ് എന്താണ് ഫിക്സഡ് ആണ്. നമ്മൾ പറഞ്ഞു കണ്ടന്റ് എന്താണ് ഫിക്സഡ് ആണ്, അതായത് എപ്പോൾ ലോഡ് ചെയ്യുമ്പോഴും എന്താ സെയിം കണ്ടന്റ് ആണ് എന്ത് ചെയ്യുക ഡിസ്പ്ലേ ചെയ്യുക. പക്ഷേ ഡൈനാമിക് വെബ് പേജിലോ കണ്ടന്റ് ചേഞ്ച് ആവും, കണ്ടന്റ് എന്താവും ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ടിൻ്റെ വെബ് പേജ് ഓർക്കുക. റിസൾട്ടിൻ്റെ വെബ് പേജ് എന്താ എല്ലാവരും ലോഡ് ചെയ്യുമ്പോഴും സെയിം വെബ് പേജ് വന്നാൽ എന്താവും പ്രശ്നമാണ്. അപ്പോൾ എന്താ ഓരോ വെബ് പേജ് എന്താ ഓരോ കുട്ടിയുടെ വെബ് പേജാണ് എന്ത് ചെയ്യേണ്ടത്, ആ കുട്ടിൻ്റെ വെബ് പേജാണ് എന്ത് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ കണ്ടന്റ് ചേഞ്ച് ചെയ്യും, അത് ഡൈനാമിക് വെബ് പേജ്. ഇനി എന്താ സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ ഡാറ്റാബേസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ DBMS നിങ്ങൾ SQL പഠിച്ചിട്ടുണ്ടാകും, SQL DBMS അല്ലേ. അപ്പോൾ എന്താ ഡാറ്റാബേസ് യൂസ് ചെയ്യണം. ഡാറ്റാബേസിലാണ് നമ്മൾ എന്ത് ചെയ്യും കുട്ടികളുടെ ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കേണ്ട, ഡാറ്റാബേസിൻ്റെ ഉപയോഗം ഇല്ല. പക്ഷേ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം, ഡാറ്റാബേസ് ഉണ്ടാകും. ആ ഡാറ്റാബേസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡാറ്റ എടുക്കുന്നത്. ഓക്കെ, ഡാറ്റ എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് യൂസസ് ഡാറ്റാബേസ്. ഇറ്റ് യൂസസ് ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജ് എന്താ, ഇറ്റ് യൂസസ് ഡാറ്റാബേസ് ടു ചേഞ്ച് ദ കണ്ടന്റ്. ഓക്കെ, ഇനി എന്താ സ്റ്റാറ്റിക് വെബ് പേജിൽ എന്താ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ ദ ബ്രൗസർ. ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ ദ ബ്രൗസർ അല്ലേ. അതായത് ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷനും എന്ത് ചെയ്യേണ്ട, റൺ ചെയ്യേണ്ട കാര്യം ഇല്ല ഏതിന്, സ്റ്റാറ്റിക് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാൻ. ഡൈനാമിക് വെബ് പേജ് ആവുമ്പോൾ ഇറ്റ് ഈസ് എന്താ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ എക്സിക്യൂട്ടഡ് ഓൺ ദ സെർവർ ആൻഡ് ഇറ്റ് ഡിസ്പ്ലേസ് ദ റിസൾട്ട് ഓൺ ദ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഓൺ ദ ബ്രൗസർ. റിസൾട്ട് എന്ത് ചെയ്യും, ബ്രൗസറിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. പിന്നെന്താ സ്റ്റാറ്റിക് വെബ് പേജ് എന്താ ഈസി ടു ഡെവലപ്പ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്താ നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്താ പ്രോഗ്രാമിങ്ങിൻ്റെ അങ്ങനത്തെ ഒരു സ്കില്ലൊന്നും ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. ബട്ട് എന്താ ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് അല്ലേ. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യണം, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യണം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. അപ്പോൾ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത് എക്സ്പെൻസീവ് ആയിട്ടും അതുപോലെ തന്നെ മോസ്റ്റ് ഡിഫിക്കൽട്ട്. മറ്റേതോ സ്റ്റാറ്റിക് വെബ് പേജ് നമുക്ക് എന്താ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുക, അതുകൊണ്ട് തന്നെ എന്താ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. ഈ 4 പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്രിപ്റ്റ്സ് ആണ്. സ്ക്രിപ്റ്റ്സ് എന്താ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. സ്ക്രിപ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ പ്രോഗ്രാം കോഡ് റിട്ടൺ ഇൻസൈഡ് HTML പേജ്. HTML പേജിൻ്റെ ഉള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡുകളെയാണ് എന്ത് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ എങ്ങനെ എഴുതല്, C++ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതലുണ്ട്. അങ്ങനെ C++ എഴുതിയ പ്രോഗ്രാമിനെ നമ്മൾ ഒരിക്കലും എന്ത് പറയാറില്ല, സ്ക്രിപ്റ്റ് എന്ന് പറയാറില്ല. അതെന്താണ് പ്രോഗ്രാംസ്, നമ്മൾ പറയുന്നത് എന്താ പ്രോഗ്രാംസ് എന്നാണ് പറയുക. മനസ്സിലായിട്ട്. അപ്പോൾ C++ എന്തല്ല, സ്ക്രിപ്റ്റ് എഴുതാനുള്ള ലാംഗ്വേജ് അല്ല. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്രിപ്റ്റ് ഈസ് എ പ്രോഗ്രാം കോഡ്. സ്ക്രിപ്റ്റ്സ് ആർ പ്രോഗ്രാം കോഡ് റിട്ടൺ ഇൻസൈഡ് HTML പേജ്. HTML പേജിൻ്റെ ഉള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡിനാണ് എന്ത് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ എന്ത് വേണം, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വേണം. സ്ക്രിപ്റ്റ് എഴുതാൻ എന്ത് വേണം, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വേണം. C++ എന്തല്ല, ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ല. C++ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയാറുള്ളത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ പറയും. C++ നമ്മൾ ഒരിക്കലും എന്തായിട്ട് പറയാറില്ല, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയാറില്ല. അപ്പോൾ സ്ക്രിപ്റ്റുകൾ എഴുതാനുള്ള ലാംഗ്വേജിനാണ് എന്ത് പറയുന്നത്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനുള്ള എക്സാമ്പിളുകളാണ് എന്ത്, ജാവാ സ്ക്രിപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ജാവാ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ PHP കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് പഠിക്കാനുണ്ട്.
പിന്നെന്താ VB സ്ക്രിപ്റ്റ്, നമ്മൾ സിലബസിൽ പഠിക്കാൻ ഇല്ല, മൈക്രോസോഫ്റ്റിൻ്റെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ പേൾ, അതുപോലുള്ള ധാരാളം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. സ്ക്രിപ്റ്റ്സുകൾ തന്നെ എന്തുണ്ട്, 2 ടൈപ്പാണ്. ഏതൊക്കെ? ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും പിന്നെന്താ മറ്റേതെന്താ സെർവർ സൈഡ് സ്ക്രിപ്റ്റും. രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റുകളാണുള്ളത്. എന്തൊക്കെയാണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും. ഓക്കെ, ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇഫ് യു വാണ്ട് ടു പെർഫോം എനി ടാസ്ക് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്, ക്ലയൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ വെബ് ബ്രൗസറിൽ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം എനി ടാസ്ക് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്. ഇപ്പോൾ ഡാറ്റ വാലിഡേഷൻ അതുപോലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു പെർഫോം എനി ടാസ്ക് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്, ദെൻ യു ഹാവ് ടു റൈറ്റ് ദ സ്ക്രിപ്റ്റ് അറ്റ് ക്ലയൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് പിന്നെ എഴുതാനുള്ള ലാംഗ്വേജ് ആണ് എന്ത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് എന്താണ്, ഇഫ് യു വാണ്ട് ടു പെർഫോം എനി ടാസ്ക് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്, ദെൻ യു ഹാവ് ടു റൈറ്റ് സം സ്ക്രിപ്റ്റ്സ് ഇൻ ദ ക്ലയൻറ്റ് സൈഡ്. അങ്ങനെ ക്ലയൻറ്റ് സൈഡിൽ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ലാംഗ്വേജ് ആണ് എന്ത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അത് നമ്മളിവിടെ പഠിക്കുന്നത് ഏതാണ്, ജാവാ സ്ക്രിപ്റ്റാണ്. ഏതാണ്? ജാവാ സ്ക്രിപ്റ്റ്. ഇത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനുണ്ട്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സ്റ്റുഡൻസിനും പഠിക്കാനുള്ളതാണ്. ഏത്? ജാവാ സ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് എന്നുള്ള എന്താണ്, ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് HTML ഇടയിൽ ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, പ്രോഗ്രാം എഴുതാം. ഓക്കെ, സർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദ സ്ക്രിപ്റ്റ്സ് that are executed on the server, the script that are executed on the server side is called server side script. അപ്പോൾ സർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ എന്ത് വേണം, സർവർ സൈഡിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്ന ലാംഗ്വേജ് വേണം. അതാണ് എന്ത്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. എന്താണ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്? ഇപ്പോൾ PHP എന്ന് പറയുന്നത് എന്താണ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇതാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് പഠിക്കാനുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇത് കൊമേഴ്സ് കുട്ടികൾക്ക് ഇല്ല. കൊമേഴ്സ് കുട്ടികൾക്ക് ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കും ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് ജാവാ സ്ക്രിപ്റ്റ് കൂടാതെ ഏത് കൂടെ ഉണ്ട്, PHP കൂടെ ഉണ്ട്. PHP എന്താണ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതായത് സർവർ സൈഡിലെ സ്ക്രിപ്റ്റ് എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് എന്ത്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ദാറ്റ് ഈസ് കോൾഡ്, ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഏതാണ്, PHP. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത്രയാണ് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ HTML തുടങ്ങുകയാണ്. HTML. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ്, എന്താണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു. എന്താ 2 തരം സ്ക്രിപ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റ്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ HTML തുടങ്ങണം. HTML ആണ് നമ്മൾ വെബ് പേജ് ഡിസൈൻ ചെയ്യാനുള്ള ലാംഗ്വേജ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ HTML ടാഗുകൾ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് നമ്മൾ നേരെ എന്തിലോട്ട് കടക്കും, ജാവാ സ്ക്രിപ്റ്റിലോട്ട് കടക്കും.